കൈയും കാലും. നമ്മുടെ ക്യാമറ ഓഫ് ആക്കൽ എന്ത് പറയുന്നത് ദിവസം ക്യാമറ പണ്ട് മുതലേ ഓഫ് ആക്കുക കുറെ വേളകൾ നമ്മുടെ ഇതൊക്കെ ആരാ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാന്? സദനത്തിൽ ഇരിക്കുന്ന ക്യാമറ ഓഫ് ചെയ്യാൻ കണ്ടവരൊക്കെ ആരാ? എന്തൊക്കെ അറിയണ്ട ക്യാമറ ഓഫ് ചെയ്യാൻ? കുറെ ഓൾമാരും അമ്മാരും നടക്കുകയല്ലേ എന്നൊന്നും എന്തുവാ രോഗം കൊണ്ടിരുന്ന. പിന്നെ അവർ വന്നിരിക്കുന്ന മുരളിയുടെ ഓട്ടോയും വിളിച്ചോണ്ട് അവർ മര്യാദ ഉള്ളവരാണെങ്കിൽ അവിടുന്ന് ഓട്ടോ കിട്ടത്തില്ലായിരുന്നോ? കാരക്കാട്ടൂന്ന് അവരൊന്ന് ഞാൻ പറഞ്ഞു മുരളിയുടെ ഓട്ടോ മുരളി ഇട്ടവർക്ക് ഇതറിയാം. പിന്നെ മുരളിയുടെ ഓട്ടോ അല്ല ഇവിടെ വരുന്നത്. അന്നേരം മുതൽ നമുക്കറിയാം ഇവർ വന്നിരിക്കുന്ന പിന്നത്തെ അപ്പുറത്തേതാണ്. എന്റെ നമ്പർ ഇതുണ്ട്. എന്തുവാ ഒരിക്കൽ പോലും ഇവർ ഇരിക്കത്തില്ല. ഇവിടെ അമ്മ ഇരിക്കുമല്ലോ, അമ്മ നമ്മൾ രണ്ടും ഇരിക്കത്തില്ലയോ? ഇവരിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കാതെ പോവാ, ഇങ്ങനെ പോവാ പോവാ 550 വട്ടം അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു. ഇരിക്കത്തേ ഇല്ല. ഇരിക്കാത്തതിന്റെ ഡ്രാമയൊക്കെ എനിക്കറിയാം. അല്ല കാര്യം എന്തോ വീട് എവിടാ ഇവിടെ കസേരയാ? അവിടെ കസേര വീട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. അവിടെ പോയിരിക്കും തിരിച്ചു വരും, പോയിരിക്കും തിരിച്ചു വരും. എന്തെങ്കിലും റെക്കോർഡുണ്ട് അവരെ നടന്നതിന്റെ എല്ലാം. ഇരിക്കാതെ നടക്കുക, ഇരിക്കാതെ കണ്ണിന്റെ പോക്ക് കാണണം. ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ചിലരിങ്ങനെ ഈ കണ്ണിനകത്ത് എല്ലാ കള്ളത്തരങ്ങളും അറിയാം. കണ്ണിനകത്ത് ഒരു കള്ളി ഇതുപോലത്തെ കള്ളി കണ്ടോ? നിങ്ങൾ അമ്മ തന്നെയല്ലേ പറഞ്ഞ അമ്മയുടെ ഇത് എന്തുവാ പോയതൊന്നും ആല ഞാൻ കൊച്ചിന് കൊടുക്കാനെടുത്തു. കൊച്ചു വാങ്ങിച്ചില്ല. അത്ര കൊണ്ടുപോയിട്ട് പിറ്റേന്നില്ല. അവരെ നോക്കുമ്പോ ഇല്ല. പിന്നെ നമ്മൾ പറയുന്ന ഇവിടെ പിന്നെ ഇവിടെ വന്നങ്ങേരാന്നാ പറയുന്നത്. പിന്നെ അത് കണ്ടോ? അവര് കണ്ടോ അവിടെ വന്നങ്ങേരാന്ന്? ഞാൻ കണ്ടില്ല. ആരും എടുക്കത്തില്ല. മാല വന്നിട്ടില്ല. അതെനിക്കറിയാം. ഞാൻ അവരോട് ചോദിച്ചില്ല. കണ്ടിട്ടില്ല. ഇതുവരെ എടുത്തോട്ടെന്ന് വെച്ചു. ഒരമ്മ ഇവിടെ പെരക്കാത്തോട്ടൊക്കെ വന്ന് കയറുക. തുറന്നു കൊടുത്താലും എന്തിട്ടോ പറ്റി വന്ന് കയറാനെങ്കിൽ ചോദിക്കണ്ട പറയണ്ട. അകത്തോട്ടങ്ങ് വന്ന് കയറുക. ഒരു വീട്ടിലും കയറത്തില്ല. ഒരു വീട്ടിലും ഒരാളും നമ്മൾ കയറി പോവോ? ഒരു വീട് തുറന്നു കിടക്കുമെന്ന് പറഞ്ഞോണ്ട് പലയിടമൊക്കെ കയറിപ്പോയ വിവരം അറിയും. മര്യാദകേട് തന്നെ കാണിക്കുന്നു ഇവിടെ. കഥയെ വന്നിട്ട് മര്യാദകേട് തന്നെ. എന്ത് ഇത്ര വലിയ മര്യാദകേട് കാണിക്കാനും എന്ത് തോന്നിയാസം നടക്കുന്നു ഇവിടെ? തനി മര്യാദകേടും എന്തുവാ ഒരു ഇതുമില്ലാത്ത പഠിക്കാനൊന്നും ഇല്ലാത്ത ജാതിയെല്ലാം വന്ന് കയറുന്നു. ശത്രുക്കളുണ്ടോ നമുക്ക്? വന്നച്ചോ എന്തുവാ ഭഗവാനെ ഇത്? ഭഗവാനാണ് ശത്രുക്കളെ കാട്ടി കൂടുതലാണ് ഉണ്ടായത്. ആരെങ്കിലും ചിരി കേട്ടോ? ഞാൻ ആരെങ്കിലും വല്ലതും എടുത്തോ? എന്തൊക്കെ എന്റെ തന്തയുടെ കിട്ടിയിട്ടുള്ളത്? അത് കണ്ടവരുടെ ഞാൻ എടുത്തില്ല. ഒരു കുജൂപ്പീരെ ഒന്നും ഇവിടെ എടുത്തിട്ടില്ല. അതിന്റെ എന്റെ 66 പവൻ ഇപ്പോഴും അതിന്റെ തന്നെ ഇരിക്കുക. അതിന്റെ ഒന്നും സ്വത്തം ഒന്നും ഞാൻ വാങ്ങിച്ച അതിന് തിന്നിട്ട് പോലും ഇല്ലാത്ത എന്റെ ഇതൊന്നും. ഇത് മാത്രമേ ഉള്ളൂ പറയാം. പോലീസും പട്ടാളവും പറയും. പോലീസ് 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 ഒരാൾക്കും പോലീസും ഇല്ല പട്ടാളവും ഇല്ല. വല്ലവരുടെയും വീട് നമ്മൾ പോയി പോലീസിനെ വിളിച്ചോണ്ട് പോയി തുറക്കുവോ? അടിച്ചു പൊളിച്ച് തുറന്നിരിക്കുക. ഈ വലിയ മിടുക്കൻ എന്നിട്ട് പാലക്കാട്ട് എടുത്തി വിളിച്ചിട്ട് പോയി തുറന്നില്ല. എന്താ തുറക്കാഞ്ഞത്? ഭർത്താവ് ഒരു കൊച്ചിനെയായിട്ട് ഇറക്കി വിട്ടത്. ഒരു
നടക്കും ആളുകള്. അതേസമയം വേറെ അടുത്തൊന്നും പോയാൽ എന്റെ ഭ്രാന്തും ഭർത്താവ് ഭാര്യയെ എന്താ ഇറക്കി വിട്ടിട്ടോ ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഭാര്യ ഒന്നും കേട്ടടാന്ന് പറഞ്ഞില്ലല്ലോ. അത് വന്ന് കണ്ടേച്ചങ്ങ് പോയി. അടിച്ചും തുറന്നില്ല, കയറിയതുമില്ല. കിടക്കാൻ നിയമമില്ല കയറാന്. ഭാര്യയായാലും ശരി ഭർത്താവായാലും ശരി കണ്ടവരുടെ വീട്ടിൽ അടിച്ചു കയറാനുള്ള ഇതൊന്നും ഇല്ല ആർക്കും. ഇത് തോന്നിയാൽ ഇവിടെ നടക്കത്തുള്ളൂ. നാട്ടുകാർ ഭരിക്കാനുള്ളതാണോ സഹദേവ മന്ദിരം? അത്ര ഉണ്ടാക്കാനായിരുന്നോ സഹദേവൻ? അവനൊന്നും ഇവിടെ കയറി പഠിക്കാന് സഹദേവന്റെ അഡ്രസ്സ് ഒന്നും ഇല്ലയോ? സഹദേവൻ ആരുടെ വായിക്കേട്ട് കിടക്കുമായിരുന്നു. സഹദേവന്റെ മൂത്ത മോൾ എടുത്ത് ഇത്ര സോക്കേടുന്നു എല്ലാത്തിനും. അപ്പൊ എന്തോ ഉണ്ട് മൂത്ത മോടെ എടുക്ക സോക്കേട് എടുക്കാനായിട്ട്? മൂത്ത മോടെ എടുക്ക മാത്രം ഇത്ര സോക്കേടെന്ന് പറയാം. വേറെ എടുക്കാനും മോളും ഒരു സോക്കേട് എടുക്കുന്നില്ല. ഒരു സോക്കേട് ആരും ഇടിക്കുന്നു തുറന്നില്ല, തുറക്കുന്നുമില്ല. ഇവിടെ മാത്രം ഇത്ര സോക്കേടെത്തുക. പിന്നെ വക വെച്ച് വേറൊക്കെ ഏതോന്റെ കൂടെ കൊടുക്കേണ്ടത്. പിന്നെ പണ്ട് മുതലേ എന്നോട് പറഞ്ഞതാ ഒരു അനിയത്തി കയറി മണ്ഡപത്തിലിരുന്നതിനെ പറഞ്ഞിട്ട് കുറെ നടത്തിയതാ ഗുസ്തി അന്ന് മുതലേ. അവളല്ല കുറെ ആൾക്കാര്. ബിജുപി ഇവിടുത്തെ ആരായിരുന്നു? ഇവിടുത്തെ ആരുമല്ല ബിജുപി എന്ന് പറയുന്നവൻ. ഇവനെ ബന്ധമുണ്ടോ? കോടതി വഴി ബന്ധം ഒഴിഞ്ഞു. ഇവരെന്തായാലും നടക്കേണ്ട കാര്യം. കണിയാൻകുട്ടനും കല്ലാരും ഒക്കെ അവന്റെ കൂട്ടായ്മ കൊണ്ട് നടക്കുന്നുണ്ട്. അവന്റെ നിന്റെ വീട്ടിൽ നടത്തിയാൽ മതി. ഇവിടെ സാറേമംഗലത്തിലല്ല അവന്റെ കൂട്ടായ്മ വേണ്ട. ഒരു കണിയാനും ആരോട് പറയും ഇങ്ങനെ? അനിയത്തി കയറി മണ്ഡപത്തിൽ ഇരുന്നേനോ? ഏതെങ്കിലും കല്യാണം കഴിച്ചവരോട് പറയുമോ അനിയത്തി കയറി മണ്ഡപത്തിൽ ഇരുന്നേനെന്ന് പറയുക? അനിയത്തി കയറി മണ്ഡപത്തിൽ ഇരുന്നേനെന്ന് എന്നോട് പറഞ്ഞതാ പറയുന്നത്. 2002 മനസ്സിലാവുന്ന പറയുന്ന ഇതുപോലെ ഇങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഏതാണ്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ അങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ അല്ലാതെ മനസ്സിലാവുമ്പോഴല്ലേ പറയുന്നത്. ആളുകൾ പറയുന്നത് മനസ്സിലാവുമ്പോഴാ പറയുന്നത്. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നുള്ളത്. എന്നെ കൊന്നിട്ട് എല്ലാം കൂടെ എടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു കാണും. അനിയത്തിയും ചേട്ടനെ കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചു കാണുമായിരിക്കും. അങ്ങനൊക്കെ പലർക്കും പലതും നടക്കുന്നുണ്ട്. ഞാൻ പഠിച്ച പോലെ അവിടെ പിള്ളേരെ പഠിത്തുന്നു. ഞാനേ എന്റെ അനിയന്മാരുടെയും ചേട്ടന്മാരെയും ഒന്നും പിടിക്കാൻ വന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിന്നെ ഏത് ഭർത്താവ് മറ്റു ഞാൻ ഒക്കെ പോയിട്ടില്ല പിടിക്കാൻ. ഞാൻ വിജയം ചെയ്യാൻ പോയില്ല. സഹദേവന് ഇതൊന്നും കിട്ടാനോണ്ട് ആ സഹദേവനോട് കുസ്തി. അതുപോലെ ഇപ്പൊ എന്നോട് കുസ്തി എന്തോ ഇത് എന്നോട് ഇത്ര കുസ്തി നമ്മളെ കൊല്ലാൻ നോക്കുന്നു. പലതും നമ്മളെ പോകുന്ന ഓരോ അമ്മമാരിങ്ങനെ വരിക. നമ്മുടെ കരയിലൊക്കെ വന്ന് നിൽക്കുക. നമ്മുടെ കരയെ പുറകി വന്ന് നിൽക്കുക. എന്തോ ഇത് ഞാൻ പോയിട്ട് ഓടി വരുന്ന കരയില് എന്തൊരുമാര് ഓരോ ആളുകളൊക്കെ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. നമ്മളെവിടെ പോയി ജോലി